തമിഴ് സിനിമയിലും ഹേമ കമ്മിറ്റി മോഡൽ വേണമെന്ന് നടനും നടികർ സംഘം ജനറൽ സെക്രട്ടറിയുമായ വിശാൽ. തമിഴിലും സ്ത്രീകൾ സുരക്ഷിതരല്ല, അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നവരെ ചെരുപ്പൂരി അടിക്കണമെന്നും വിശാൽ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ്, മലയാളത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കമ്മിറ്റി രൂപീകരിക്കുന്നതും ഇങ്ങനെയൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമൊക്കെ. ഈ പശ്ചാത്തലത്തിൽ മറ്റിടങ്ങളിലുമൊക്കെ ഈ സമാന സ്വഭാവത്തിലൊരു കമ്മിറ്റി വേണം, വിശദമായ അന്വേഷണം നടക്കണം എന്നുള്ള ആവശ്യമൊക്കെ പല കോണുകളിൽ നിന്നായി ഉയരുന്നുണ്ട്. അതിനിടയിൽ വിശാൽ വ്യക്തമാക്കുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് മനേഷ് മൂർത്തി? റിജിത്ത്, നടികർ സംഘം ജനറൽ സെക്രട്ടറിയാണ് വിശാൽ. അദ്ദേഹം പറയുന്നത് ഈ ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ തമിഴകത്തും അത്തരത്തിലുള്ള ഒരു സമിതി വേണം എന്നുള്ളതാണ്. അതായത് അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്ന ആളുകളെ ചെരുപ്പൂരി അടിക്കണം. മാത്രമല്ല, സ്ത്രീകൾ തമിഴ് സിനിമയിലും സ്ത്രീകൾ സുരക്ഷിതരല്ല. അവർക്ക് ബൗൺസേഴ്സ് ഇല്ലാതെ അഭിനയിക്കാൻ സാധിക്കാത്ത നിലയാണ് തമിഴ്നാട്ടിലുമുള്ളത്, തമിഴ് സിനിമാ രംഗത്തും ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, 20% നടിമാർക്ക് മാത്രമാണ് നേരിട്ട് സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള സാധ്യതയുള്ളത്, അല്ലെങ്കിൽ അഭിനയിക്കാൻ ചാൻസ് ലഭിക്കുന്നത്. ബാക്കിയുള്ള 80% ആളുകളും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വിധേയരാക്കപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം. മാത്രമല്ല, നിരവധി പേർ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് നിരവധി പേർ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പെടുന്ന ഒരു നിലയുമുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. സമാനമായ രീതിയിൽ, അതായത് ഹേമ കമ്മിറ്റിക്ക് സമാനമായ രീതിയിൽ തമിഴ്നാട്ടിലും തമിഴ് സിനിമാ രംഗത്തും ഒരു അന്വേഷണം, ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ ഒരു അന്വേഷണം വേണം എന്നുള്ളതും അദ്ദേഹം പറയുന്നു. പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല നടികർ സംഘം, അത് സ്ത്രീകളെ കൂടി ഉൾക്കൊള്ളുന്നതാണ്, സിനിമാ രംഗത്തെ സ്ത്രീകളെ കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും തമിഴ് സിനിമയിലും സമാനമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ ഒരു അന്വേഷണം നടത്തണമെന്നുള്ളതാണ് നടികർ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള നടൻ വിശാൽ പറയുന്നത്. ശരി, മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്.